ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. വരുൺ ധവാൻ, മൃണാൽ തക്കൂർ, ഹെഡ്ജെ പൂജ എന്നിവർ അഭിനയിക്കുന്ന പുതിയ ചിത്രമാണ് ഹേ ജവാനി തോ ഇഷ്ക് ഹോന ഹെ. അതിലൊരു വാവ് എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ സോങ്ങിന് ടീസർ റിലീസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവരും ആകാംക്ഷയോടെ കണ്ടിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രതിഭാഗ്യ ഘടകം. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് കണ്ടുനോക്കാം. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് പാട്ടിലൂടെ മനസ്സിലാവും. വാവ്. വരുൺ ധവാൻ. ഓ, ഹെഡ്ജെ പൂജ. സ്റ്റെപ്പടാ. വാവ്. ഇത് പൂജയുമായിട്ടുള്ള രംഗങ്ങളാണ്. ആ, മൃണാള്. കൊള്ളാം, പാട്ട് കൊള്ളാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ പാട്ടിൽ ടീസറിന്റെ അത്യാവശ്യം കുറച്ച് പേര് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ട് കൊള്ളാം ഗൈസ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വരുൺ ധവാന്റെ ആ തുടക്കത്തിലുള്ള ആ സ്റ്റെപ്പ് സിംഗിൾ ആയിട്ട് എടുക്കുന്നത് നന്നായിട്ടുണ്ട്. അതിനോട് ആ ബീറ്റും കൊള്ളാം. ബട്ട് എവിടെയോ ഒരു കേട്ട് പോയ ഒരു ബീറ്റ് പോലെ. ആൻഡ് ആസ് ഓൾവേസ് എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയ രണ്ട് നായകന്മാരാണ് മൃണാളും ഹെഡ്ജെ പൂജയും. രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അവരുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് കാണാം. ആ ബാക്ക്ഗ്രൗണ്ടിൽ കൊള്ളാം. ഒരു ഡാൻസ് പ്രോഗ്രാമിനൊക്കെ കൊള്ളാം. ഇപ്പൊ അതിനോട് ഹെഡ്ജ് ആയിരിക്കും എറണാകുളമുണ്ട്. രണ്ടുപേരും ഉണ്ട്. വരുൺ ധവാനും രണ്ട് നായകന്മാരും. അതായത് വാവെന്ന ഒരു പാട്ടിട്ടത്. ഐ ബിലീവ് അവരുടെ യഥാർത്ഥ മൂവ് ഇട്ട് കാണുമ്പോൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കയറ്റാനുള്ള ഒരു പ്രക്രിയയാണ് ഈ പാട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് എനിക്ക് തോന്നുന്ന ഒരു പ്രൊമോഷണൽ സോങ് ആയിട്ട് വരാനേ ചാൻസ് ഉള്ളൂ. സിനിമയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിയാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നാണ് എൻ്റെ ഒരു ഗസ്. അങ്ങനെയാണ് കണ്ടിട്ട് കാണാം. രണ്ടുപേരും വരുന്ന ഒരു പാട്ട് വരുന്നു, ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒരു ബന്ധമില്ലാതൊക്കെ വരുന്നു. സിനിമ കണ്ടിട്ടില്ല, സിനിമ റിലീസ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇതും എൻ്റെ ഒരു കാരണം ഇത് പ്രൊഡ്യൂസിങ് കാര്യങ്ങളും ഈ പാട്ട് ടിപ്സ് ആൻഡ് ഗ്യാങ് അങ്ങനെ ആ ഒരു പുള്ളിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിട്ട് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. ഫീമെയിൽ വോയിസ് വന്നപ്പോ കൊള്ളാം. ഫീമെയിലേഴ്സ് കൊള്ളാം. മൃണാലിക്ക് എന്ത് ലുക്ക്. ഹെഡ്ജെ പൂജയൊക്കെ എപ്പോഴും ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് തുടക്കത്തെ. മെയ് 22 റിലീസ്. പാട്ടിന്റെ പേര് വാവാണ്. പാട്ട് പോലെ തന്നെ വാവാട്ടുണ്ട്. പാട്ട് മാത്രമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഞാൻ എവിടെയോ കേട്ടതുപോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി. എവിടെയാണെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. ബട്ട് പാട്ട് കൊള്ളാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മെയിൽ വോക്കലാണ്. അതിൻ്റെ സൗണ്ടൊക്കെ കൊള്ളാം. ഫീമെയിലിൻ്റെ ആ വോയിസ് കുറച്ച് ആ ഒരു ബീറ്റോടെ വന്നപ്പോഴേ കുറച്ച് കൊള്ളായിരുന്നു. പിന്നെ വരുൺ ധവാന്റെ ഡാൻസ് കൊള്ളായിരുന്നു. പൂജാജിൻ്റെ മൃണാലിൻ്റെ ലുക്കൊക്കെ കൊള്ളായിരുന്നു. അവരെ ഹോട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു ഇതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കാരണം ഇതെനിക്ക് സിനിമയിലുള്ളതായിട്ട് തോന്നുന്നില്ല. ഈ പാട്ട് കണ്ടിട്ടാലേ ആ പാട്ടിന് ലെങ്ത് കണ്ടിട്ട് അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ആ ഒരു ലൊക്കേഷനും പരിപാടികളൊക്കെ കണ്ടിട്ട് പ്രൊമോഷൻ പാട്ടാവാനേ സാധ്യതയുള്ളൂ. കാരണം രണ്ട് നായികന്മാരെയും കൊണ്ടുവരുന്നു, രണ്ട് നായികന്മാരെയും ഒരു ഹോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പോസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിട്ട്. പിന്നെ ബോളിവുഡിൽ അറിയാമല്ലോ, ഗ്ലാമറസ് പാട്ടുകളൊക്കെ കൊണ്ടുവന്നാലേ കാര്യം നടക്കുന്നവർക്ക് നല്ല ബോധ്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൽ കാണുന്നത്. ആൻഡ് പൂജയും മൃണാളൊക്കെ ആസ് യൂഷ്വൽ നന്നായിട്ട് തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്, നല്ല ഗ്ലാമറസ് ആയിട്ടുണ്ട്. അവർ നന്നായിട്ട് തന്നെ അവരുടെ പാർട്സും ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഈ പാട്ട് റിലീസ് ചെയ്തിരിക്കുന്നതും പ്രൊഡക്ഷൻ സൈഡാണെന്ന് തോന്നുന്നില്ല, വേറെ സെപ്പറേറ്റ് ഒരു സാധനമാണ് ചെയ്തേക്കുന്നത്. ടിപ്സ് ഒഫീഷ്യൽ അങ്ങനെ ഇവരാണ്. നേരത്തെ ഞാൻ ടീസറും കാര്യങ്ങളും കണ്ടപ്പോൾ ഇവരല്ല പ്രൊഡക്ഷനും കാര്യങ്ങളിലേക്ക് വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അത് നോക്കട്ടെ. ഈ പാട്ട് പ്രൊമോഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയ് 22 സമ്മർ റിലീസിനായിട്ടാണ് ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെയ്ക്ക് ഒരുപാട് പടങ്ങളുണ്ട്. പാട്രിയോട്ട് ഉണ്ട്, ദൃശ്യമുണ്ട്, പിന്നെ ഓണത്തിനാണ് അപ്പോൾ ഈ ബാക്കി സിനിമകളൊക്കെ വരുന്നത്. പിന്നെയും കുറേ സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയാളത്തിൽ നിന്നുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലായിടത്തു നിന്നും ഉണ്ട്. മെയ് ഒരു സമ്മർ ടൈം ആയതുകൊണ്ട് നല്ലൊരു, പിന്നെ ഓണം ടൈമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സിനിമകളും കണ്ടിട്ട് റിവ്യൂയും കൂടെ പറയാം. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, റെക്കമെൻഡ് ചെയ്തേക്ക്.